ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ 90ാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ നാളെ പങ്കെടുക്കും. മുംബൈയിൽ 2 ദിവസത്തെ സന്ദർശനമാണ് രാഷ്ട്രപതിയുടേത്. ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് നാളെ ഇന്ത്യയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിൽ ഉന്നതതല പ്രതിനിധി സംഘം അദ്ദേഹത്തെ അനുഗമിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 75 വർഷത്തെ നയതന്ത്ര ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് സന്ദർശനം സഹായകമാകും. കേന്ദ്ര സർക്കാർ ആരോഗ്യ അടിസ്ഥാന സൌകര്യ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിനായി 64,000 കോടി രൂപ ചെലവഴിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാനയിലെ ഹിസാറിൽ മഹാരാജ അഗ്രസൻ മെഡിക്കൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച ICU ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതി നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിലാണ് പദ്ധതി. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നേരത്തെ ഏകീകൃത പെൻഷൻ പദ്ധതി സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂകമ്പ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിൽ 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 2000 കവിഞ്ഞു. ഭൂകമ്പത്തിൽ അയൽരാജ്യമായ തായ്ലൻഡിൽ മരണസംഖ്യ 19 ഉയർന്നു. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി മ്യാൻമറിലെത്തിയ ഇന്ത്യൻ ദുരന്ത നിവാരണ സംഘം രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിലൂടെ അസാധാരണ നേട്ടമാണ് സംസ്ഥാനം കൈവരിച്ചതെന്ന് മന്ത്രി MB രാജേഷ്. ജനകീയാസൂത്രണം, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം എന്നിവയ്ക്ക് ശേഷം ഏറ്റവും ജനകീയമായി നടന്ന ക്യാമ്പയിനാണ് ഇതിനായി സംഘടിപ്പിച്ചതെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാലിന്യക്കൂനകളില്ലാത്ത സംസ്ഥാനമെന്ന ലക്ഷ്യം നേടുമെന്നും എല്ലാത്തരം മാലിന്യത്തിന്റെയും സംസ്കരണം, ഡിജിറ്റൽ ട്രാക്കിംഗ്, പുനഃചംക്രമണ പാർക്കുകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൌഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചുമായിരുന്നു ആഘോഷങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഇത് അതിജീവനത്തിന്റെ പെരുന്നാളായിരുന്നു. സ്വന്തം നാടും ഉറ്റവരും നഷ്ടപ്പെട്ട വേദനകൾ ഉള്ളിലൊതുക്കി ചൂരൽമല ജുമാ മസ്ജിദിൽ അവർ വീണ്ടും ഒത്തുകൂടി. കൊച്ചിയിൽ മറൈൻ ഡ്രൈവ്, കലൂർ സ്റ്റേഡിയം, വിവിധ പള്ളികൾ തുടങ്ങിയ ഇടങ്ങളിൽ ഈദ് നമസ്കാരം നടന്നു. പൈങ്കുനി ഉത്സവം, മേടമാസ വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 4 തുറക്കും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വിപുലമായ സൌകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഡൽഹി കേന്ദ്രമായ വൻ മയക്കുമരുന്ന് ശൃംഖല തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ 27 കോടി രൂപയിലധികം വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. 4 ആഫ്രിക്കൻ പൌരന്മാർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 117 പേർ അറസ്റ്റിലായി. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 3057 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 107 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിരക്ക് വർധനകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഭൂനികുതിയിൽ 50% വർധനയാണുള്ളത്. 23 ഇനം കോടതി നിരക്കുകളും വർദ്ധിക്കും. 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി 1350 രൂപയാകും. 750 കിലോഗ്രാം വരെയുള്ള സ്വകാര്യ കാറിന് 9600 രൂപയായി നികുതി ഉയർത്തി. ഇരുചക്ര മുച്ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലുള്ള 5% നികുതിയിൽ നിന്ന് വാഹനത്തിന്റെ വില അനുസരിച്ച് വർധന വരുത്തിയിട്ടുണ്ട്. നാളെ സംസ്ഥാനത്തെ ട്രഷറികൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കടമ്മനിട്ട കവിതാ പുരസ്കാരം വി മധുസൂദനൻ നായർക്ക് ഡോക്ടർ ജോർജ് ഓണക്കൂർ സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. വായന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കേരള സർവകലാശാല സംഘടിപ്പിച്ച 2ാമത് ഭരത് മുരളി നാടകോത്സവത്തിന് തിരുവനന്തപുരത്ത് കൊടിയിറക്കം. പാളയം സെനറ്റ് ഹാളിൽ മന്ത്രി GR അനിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കൊൽക്കത്ത 13ാം ഓവറിൽ 8 വിക്കറ്റിന് 88 റൺസ് എടുത്തിട്ടുണ്ട്. 56ാമത് CISF സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സൈക്ലത്തോൺ റാലിക്ക് കന്യാകുമാരിയിൽ സമാപനം. 6553 കിലോമീറ്റർ ദൈർഘ്യമുള്ള റാലിക്ക് തിരുവനന്തപുരം തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സ്വീകരണം നൽകി. 25 ദിവസം പിന്നിട്ടാണ് സൈക്ലത്തോൺ സമാപിച്ചത്. പത്തനംതിട്ടയിൽ പെട്രോൾ പമ്പിന് സമീപം ട്രെയിലർ ലോറിയുടെ ടയറിന് തീപിടിച്ചു. ഉച്ചയോടെയാണ് സംഭവം. 22 വീലുള്ള വലിയ ട്രക്കിന്റെ ടയറുകളാണ് കത്തിയത്. പെട്രോൾ പമ്പിലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീകെടുത്താനുള്ള ശ്രമം വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേനയെത്തി തീ അണച്ചതോടെ അപകടം ഒഴിവായി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.